ഹാപ്പി ഈസ്റ്റർ. ഒച്ച പോരാ, നല്ല ഒച്ചത്തിൽ ഹാപ്പി ഈസ്റ്റർ. കുറച്ചുകൂടി നമുക്കൊരു ത്രില്ലോടുകൂടെ പറയാം. കാരണം ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരുനാൾ വേറെ ഒന്നുമല്ല, ഇതാ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ തിരുനാൾ ഈസ്റ്ററാണ്, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ടാണ് ഓരോ ഞായറാഴ്ചയും കടമുള്ള ദിവസം എന്ന് പറയുന്നത്. കാരണം എന്താ? ഓരോ ഞായറാഴ്ചയും ഈസ്റ്റർ അനുസ്മരണമാണ്. മറ്റെല്ലാ തിരുനാളുകളും വർഷത്തിൽ ഒന്നേ ഉള്ളു, അത് 2. എന്നാൽ ഈസ്റ്റർ തിരുനാൾ എല്ലാ ഞായറാഴ്ചയും ആഘോഷിക്കപ്പെടുന്ന തിരുനാൾ. അതുകൊണ്ടാണ് ഞായറാഴ്ച കടമുള്ള ദിവസം എന്ന് പറയും. ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ആരോടെങ്കിലുമൊക്കെ കടമുണ്ട് എന്ന് കരുതി ഇരിക്കുന്ന ദിവസം ഇരിക്കാം. എല്ലാവർക്കും എന്തെങ്കിലും കടമൊക്കെ ഉള്ളതുകൊണ്ട്, അതുകൊണ്ടല്ല. ഈസ്റ്ററിൻ്റെ ആഘോഷമാണ് ഓരോ ഞായറാഴ്ച. എന്ന് വെച്ചാൽ വർഷത്തിൽ 53 ദിവസങ്ങൾ ഞായറാഴ്ചകളിൽ ക്രൈസ്തവർ ആഘോഷിക്കുന്ന തിരുനാൾ അത് ഏതാ? ഒച്ചത്തിൽ പറ, ഏതാ? അത്രയും വലുതാ ക്രൈസ്തവന് ഈസ്റ്റർ. മനസ്സിലായോ? അല്ലാതെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മളുടെ സ്നാപകയോഹന്നാൻ്റെ തിരുനാൾ പോലെ, റാഫേൽ മാലാഖയുടെ തിരുനാൾ പോലെ വർഷത്തിൽ ഒരിക്കൽ മാത്രം കൊണ്ടാടുന്ന ഒന്നല്ല ഈസ്റ്റർ. മറിച്ച് എല്ലാ ഞായറാഴ്ചകളും ക്രൈസ്തവർക്ക് ഈസ്റ്റർ തിരുനാളാണ്. അത്രയും പ്രധാനപ്പെട്ട. അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്ത്? അവൻ്റെ ഉയർപ്പ് ഞായറായി ആഘോഷിക്കപ്പെടുന്ന ഇന്നേ ദിവസം. അതുകൊണ്ട് ക്രൈസ്തവരായ നമ്മൾ ആ ഒരു പഞ്ചോടുകൂടെ ഒന്ന് പറഞ്ഞേ, ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ. ഇനി നിങ്ങൾ പരസ്പരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മക്കളാണ്. അല്ലാതെ തളർന്ന് തകർന്ന് നിരാശയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്നവരൊന്നും അല്ല നമ്മൾ. നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം മരണത്തെ പോലും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. ആ ഒരു സ്പിരിറ്റോടുകൂടെ അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിരിയത്തക്ക രീതിയിൽ ഒന്ന് നോക്കി കൈ കൊടുത്ത് ഹാപ്പി ഈസ്റ്റർ എന്ന് ആശംസിച്ച് എല്ലാവരും മുമ്പിലും പുറകിലും കൈ എത്തുന്ന ദൂരത്ത്. ചിലവരൊക്കെ കൈ നീട്ടണില്ല. ഞങ്ങൾക്ക് എന്ത് ഈസ്റ്റർ? പിന്നെ നിരാശയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന കുറേ മനുഷ്യർ. എല്ലാവർക്കും കൊടുത്തു കേട്ടോ, മുമ്പിലും പുറകിലൊക്കെ കൊടുക്കുക. അപ്പം ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളത്. വേറെ ഒന്നുമല്ല. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം, തോരാത്ത കണ്ണീരിൻ്റെ കാരണം പലപ്പോഴും എന്താ? ജീവിതത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാ, ഓർമ്മയാ. അപ്രകാരമുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ തിരുനാളാണ് എന്ത്? ഈസ്റ്റർ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും എന്തുണ്ട്? ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഗ്യാരണ്ടിയാ. അതാണ് കർത്താവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരുട്ടു മാറുന്നതിന് മുമ്പേ അവൾ ആരാണ്? മഗ്ദലേന മറിയം. അവൾ കല്ലറയിങ്കിലേക്ക് ഓടി എന്നാ പറയും. എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും അവൾക്ക് മാത്രം ഉറക്കമില്ല. കാരണം എന്താ? അവൾ പ്രാണന് തുല്യം സ്നേഹിച്ചവൻ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ശിഷ്യന്മാർ പോലും കിടന്നുറങ്ങുമ്പോഴും അവൾക്ക് ഉറക്കമില്ല. കാരണം അവൾക്കറിയാം ഇനി ഇതിനപ്പുറം തനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് പക്ഷെ അവൾ ഇങ്ങനെ സങ്കടത്തോടെ ഓടി വരുന്ന എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമുള്ളൂ. ഈ കല്ലറയ്ക്ക് മുമ്പിൽ പടയാളികൾ എടുത്തു വെച്ച വലിയ കരിക്കലുണ്ട്, വലിയൊരു പാറക്കഷ്ണമുണ്ട്. അതാര് തനിക്ക് വേണ്ടി ഒന്ന് എടുത്തു മാറ്റിത്തരും? ഇങ്ങനെ ഒറ്റക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ 10 പേരെങ്കിലും വേണം എടുത്തു മാറ്റാൻ. താൻ അതിരാവിലെ ഓടി കല്ലറയിങ്കിലേക്ക് വന്നിട്ടും തൻ്റെ മുന്നിലെ വലിയ പ്രതിബന്ധത്തെ ആര് എടുത്തു മാറ്റും എന്നുള്ളതായിരുന്നു മഗ്ദലേന മറിയത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. പക്ഷേ അവൾ കല്ലറയിങ്കിൽ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ? ആ കല്ലറയെ മൂടിയിരുന്ന കല്ല് ആരോ എടുത്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ എന്ന് കരുതുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെ മുന്നിലും 3 ദിവസം പ്രാർത്ഥനയോടെ ഒന്നിരിക്കാൻ പറ്റിയാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ വെറുതെ കിടന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രശ്നം അതുപോലെ തന്നെ നിലനിൽക്കുന്നത്. കാരണന്മാർ പണ്ട് അപ്പം പറഞ്ഞിട്ടുണ്ട്, മോനെ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ കലങ്ങിയ ചെളിവെള്ളമാണ്. ഒരു ഗ്ലാസ്സിലെടുത്ത് കഴിയുമ്പോൾ അതിങ്ങനെ കലക്ക വെള്ളമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ വീണ്ടും വീണ്ടും ഇളക്കാതിരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അഴുക്കും ചെളിയൊക്കെ ആ ഗ്ലാസിൻ്റെ അടിയിൽ ഊറിക്കോളും. മുകളിൽ തെളിഞ്ഞ വെള്ളം പ്രത്യക്ഷപ്പെടും.
ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമില്ലാതെ പോകുന്നത് പ്രശ്നങ്ങളെ പിന്നെയും പിന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്നും കലക്ക വെള്ളമായിട്ട് മാറും. വെറുതെ ഒന്ന് മാറ്റി വെച്ചാൽ 3 ദിവസത്തെ പ്രാർത്ഥനയുടെ ഒരു ജാഗരം അനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഈ കാണുന്ന ശൂന്യമായി ഒഴിഞ്ഞ കല്ലറ നമ്മോട് വിളിച്ചു പറയുന്ന കാര്യം. കഴിഞ്ഞ രാത്രിയിൽ ജീസസ് യൂത്ത് അംഗങ്ങൾ വളരെ സൂപ്പറായിട്ടായിരുന്നു നമ്മൾ ഉയർപ്പിൻ്റെ നാടകീയ ആവിഷ്കാരം നിർവഹിച്ച് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് അടിച്ചാൽ മതി, എല്ലാവരും വീട്ടിൽ പോയി കാണേണ്ടതാണ്. അത്രയും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. കാരണം മഗ്ദലേന മറിയം കർത്താവിനെ തേടി കല്ലറയിലേക്ക് വരുന്നു. അവൾക്ക് അത്ഭുതം, കല്ലറയിൽ കർത്താവിനെ കാണാനില്ല, ആരും എടുത്തുപോയി. അവൾ അവിടെ ഇരുന്ന് കരയും. ഒറ്റ കാര്യമുള്ള അവരുടെ കണ്ണീരിന് എന്താ, എൻ്റെ കർത്താവിനെ ആര് കൊണ്ടുപോയി എന്നുള്ളത്. അപ്പോഴാണ് അവിടെ ഒരു തോട്ടക്കാരൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് അവൾ, കാരണം ഒന്ന് ഇങ്ങനെ രാത്രി വെളുത്തിട്ടില്ല, അതുകൊണ്ട് മങ്ങിയ വെളിച്ചത്തിൽ അവൾ അവനെ തോട്ടക്കാരനായിട്ട് കണ്ടു എന്നുള്ളതാണ് വചനം പറയുന്നത്. എന്നിട്ട് കർത്താവാണെന്നറിയാതെ അവൾ ഈ തോട്ടക്കാരനോട് പറയുകയാണ്, നീയാണ് എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ എന്നോട് പറ, ഞാൻ അവനെയും കൊണ്ട് പൊയ്ക്കൊള്ളാൻ. ഒന്ന് ഓർത്തു നോക്കി ആ സ്നേഹത്തിൻ്റെ ആഴമൊക്കെ. മരിച്ചു കിടക്കുന്ന മനുഷ്യൻ, അവൻ്റെ ഭാരം അവൾക്ക് എടുക്കാൻ പറ്റണതൊന്നുമല്ല. എന്നിട്ട് അവൾ പറയുന്നത് എന്താ, നീയാണ് എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറ, ഞാൻ അവനെ കൊണ്ടുപോയിക്കോളാം. അത്രയും വലിയ സ്നേഹം. കർത്താവിനോട് അത്രയും സ്നേഹമുള്ള എത്ര പേരുണ്ടെന്ന് കൈവയ്ക്കുക. കാരണം അവൻ എടുത്തുകൊണ്ട് പോകാൻ തക്ക രീതിയിൽ കൊള്ളാം. നമ്മുടെ ഇരട്ടി ഭാരമുണ്ട് കേട്ടോ. മരിച്ചു കിടക്കുന്ന മനുഷ്യന് നമുക്കുള്ളതിൻ്റെ ഇരട്ടി ഭാരമുണ്ട്. അത്രയും ഭാരപ്പെട്ടതാണ്. എങ്കിലും സ്നേഹം നമുക്ക് അത്രയും വരുമ്പോൾ പിന്നെ ഭാരങ്ങളൊന്നും പ്രശ്നങ്ങളല്ല, ഭാരങ്ങളല്ല. കാരണം 5 ക്ലാസ്സിൽ പഠിക്കുന്ന അനുജനെയും കൊണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൈ പിടിച്ചല്ല കൊണ്ടുപോകുന്നത്. പോളിയോ വന്നിട്ട് തളർന്നു പോയ കാലുകളാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുജൻ്റേത്. അതുകൊണ്ട് 5ാം ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് ഈ ചേട്ടച്ചാർ എന്താ ചെയ്യുന്നത്, തൻ്റെ വലിയ ബാഗ്, അനുജൻ്റെ ബാഗ് കൂടാതെ ഈ അനുജനെയും ഒക്കത്ത് വെച്ചിട്ടാണ് ചേട്ടൻ ക്ലാസ്സിലേക്ക് പോകുന്നത്. ഇത് കണ്ട് പലരും ചോദിക്കുന്നുണ്ട്, വല്ലാത്ത ഭാരമാണല്ലേ എന്ന്. അപ്പോൾ ചേട്ടൻ പറയണത് എന്താ, ഭാരമൊന്നുമല്ല, ഇതെൻ്റെ അനുജന, അതുകൊണ്ട് എനിക്കിത് ഭാരമല്ല. തന്നേക്കാളും വലിപ്പമുള്ള ബാഗും അനുജനെയൊക്കെ ചുമന്നുകൊണ്ട് ചേട്ടായി ഇങ്ങനെ പോകുമ്പോഴും ചേട്ടായിക്ക് ഭാരമില്ല, കാരണം അനുജന. ഇതാണ് ആ ഫീല്. മഗ്ദലേന മറിയത്തിന് മരിച്ചുപോയ കർത്താവിനെ കൊണ്ടുപോകാൻ തക്ക രീതിയിലുള്ള കരുത്തുണ്ട്. കാരണം എന്താ, അത്രത്തോളം അവളുടെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു. കർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എന്തുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ചോദിച്ച ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്നേഹിച്ച് കൊതി തീരാത്തൊരു ദൈവം പിന്നെ എന്തു ചെയ്യും? ഇനിയും സ്നേഹിക്കാൻ വേണ്ടി കല്ലറയിൽ കിടക്കാൻ പറ്റൂല, അതുകൊണ്ട് കല്ലറ പൊട്ടിച്ച് പുറത്തു വന്നു എന്നാണ് ഞാൻ കരുതണേ, വേറെ ഒന്നുമല്ല. കാരണം ആകെ കുറച്ച് നാളെ അവൻ ഈ ഭൂമിയിൽ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കല്ലറയിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും? അതുകൊണ്ട് എന്ത് ചെയ്ത്, കല്ലറ പൊട്ടിച്ച് പോലും അവൻ പുറത്തു വന്നു. ചങ്ക് നിറയെ സ്നേഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മെ വലയം വെച്ചിരിക്കുന്ന ഏത് കല്ലറകളെയും പൊട്ടിച്ചു മാറ്റാനുള്ള ഉൾക്കരുത്ത് നമുക്കുണ്ടാകും എന്നുള്ളതാണ്. ഇന്നലത്തെ ഈ നാടകീയ ആവിഷ്കാരത്തിനൊരു പ്രത്യേകത, ഈ കല്ലറയിൽ അകത്ത് നിന്നുമാണ് ഇങ്ങനെ തള്ളി മാറ്റപ്പെടുന്നത്, പുറത്തുനിന്ന് ആരും എടുത്തു മാറ്റിയതല്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇന്നലത്തെ ആ നാടകീയ ആവിഷ്കാരത്തിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, പുറത്ത് നിന്ന് ആരെങ്കിലും വന്നൊരു മാലാഖ വന്നു മാറ്റിവെക്കുന്നതായിട്ടല്ല, അകത്ത് നിന്നിങ്ങനെ തെറിച്ചു പോകുന്നൊരു കാഴ്ച. ശരിക്കും ഉയർപ്പിൻ്റെ ഒരു പ്രതീകാത്മകമായ രീതി അതാണ്. പുറത്ത് നിന്ന് ഒരാൾക്ക് എടുത്തു മാറ്റാൻ പറ്റൂല നമ്മുടെ ജീവിതത്തിൻ്റെ കല്ലറകളിൽ മൂടി വച്ചിരിക്കുന്ന കല്ല്. അത് ഉള്ളിൽ നിന്ന് തന്നെ വന്ന ശക്തിയും ചൈതന്യവും. ഏതൊരു വിത്തും എടുത്ത് നോക്ക്, പുറത്തു നിന്ന് ആരെങ്കിലും അതിൻ്റെ പുറന്തോട് പൊളിച്ചു മാറ്റിയാൽ പിന്നെ വിത്തിന് ജീവനില്ല. ഏതൊരു വിത്തിനും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചെടിയായിട്ട് വളരണമെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ട എന്താ, ഉള്ളിലെ ചൈതന്യം ഇങ്ങനെ ഉള്ളിൽ നിന്ന് പൊട്ടുമ്പോഴാണ് പുറത്തുള്ള വിത്തിൻ്റെ പുറന്തോട് ഇങ്ങനെ വിസ്ഫോടനം കണക്കെ ചിന്നി മാറുന്നതും പുതിയ നാമ്പ് രൂപപ്പെടും. അപ്പം ജീവൻ വരേണ്ടത് പുറത്തു നിന്നുമല്ല. ആരെങ്കിലും വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ കല്ലുരുട്ടി മാറ്റും എന്ന് കരുതി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇരിക്കാൻ പോയാൽ ലോക അവസാനം വരെ ചത്തതിന് തുല്യം നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഏതെങ്കിലും ഒരുവൻ വരട്ടെ കല്ലുരുട്ടി മാറ്റാൻ എന്ന് കരുതി ചടഞ്ഞിരിക്കേണ്ടവരല്ല ക്രൈസ്തവൻ. അവൻ്റെ ഉള്ളിൽ
ഈ ചൈതന്യമുണ്ട് എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് നിരാശ, ഇങ്ങനെ അസ്വസ്ഥത, ജീവിത തളർന്ന് കൊണ്ടൊന്നും പറ്റില്ല എന്ന് പരിധിയിരിക്കുന്നവൻ ക്രൈസ്തവനല്ല. അതാ കാര്യം. നീ ക്രിസ്തുവിൻ്റെ അനുയായിയാണോ? ഒറ്റ കാര്യമുള്ളൂ, ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല എൻ്റെ അർത്ഥം. ജീവിത പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതിനെയും ഞാൻ അതിജീവിക്കും, ഇതിനെയും ഞാൻ പൊട്ടിച്ചെറിഞ്ഞ് മുന്നേറും എന്ന ഉൾക്കരുത്ത് ഉള്ളവനാണ് ക്രൈസ്തവൻ. കല്ലറയെ ഇങ്ങനെ പൊട്ടിച്ചെറുതിയത് അകത്തുള്ള ചൈതന്യമാണെങ്കിൽ നിന്റെ ഉള്ളിലും ഇതേ ചൈതന്യം കുടികൊള്ളുന്നു എന്ന് നീ അറിയുക. ഓരോ ബലിയിലും ഉദ്ധിതനായ ക്രിസ്തു ദിവ്യകാരുണ്യമായി നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടും ഈ കരുത്ത് നീ അനുഭവിക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇനിയും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതാ പ്രശ്നം. നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണെങ്കിൽ ഉറപ്പാ ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് നീ അറിയുക, വിശ്വസിക്കുക. അതുകൊണ്ട് അകത്തുള്ള ചൈതന്യത്തെ കെടുത്തിക്കളയാതെ ജീവിക്കുക. പുറത്തുള്ള വെട്ടങ്ങളോ ജീവിതത്തിൽ ഇനിയും വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരാളിനെയോ ഒക്കെ കാത്തിരിക്കാൻ പോയാൽ ഒരു കാര്യമില്ല. ഉള്ളിലെ കരുത്തിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നേറാം. ആ കരുത്ത് എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ കരുത്ത് നമ്മെ കൈപിടിക്കാനുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെയും മധ്യേ, അതുകൊണ്ട് സങ്കീർത്തനങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ, ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. ഇതാ ഒരു ക്രൈസ്തുവിൻ്റെ ബലം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അവൻ ഉയർത്തെഴുന്നേറ്റത് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഇന്നും എന്നും നമ്മോട് കൂടെയുണ്ട് എന്ന് നീ അറിയുക, വിശ്വസിക്കുക. അവൻ്റെ കരം പിടിക്കുന്നവർക്ക് കിട്ടുന്ന കരുത്ത് ആരുടെ കരുത്താ? അവൻ്റെ കരുത്താണ് എന്നറിയുക. ഇത്തിരി പോകുന്നൊരു കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ കൈ പിടിക്കുമ്പോൾ പിന്നെ ആ കുഞ്ഞിൻ്റെ ബലം, ആ കുഞ്ഞിൻ്റെ കരുത്തല്ല, കൈ പിടിച്ചിരിക്കുന്ന അവൻ്റെ മാതാപിതാക്കന്മാരുടെ കരുത്താണ് ആ കുഞ്ഞിൻ്റെ ബലമെങ്കിൽ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുന്ന ക്രൈസ്തവരായ നമ്മുടെ കരുത്ത് മരണത്തെ പോലും തോൽപ്പിച്ച് കല്ലറകളെ പോലും ഇങ്ങനെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കരുത്ത്. അത് മറക്കാതിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.